നമുക്കൊപ്പം ഇന്നത്തെ ഈ കളികൾ വിലയിരുത്തുന്നതിനായി ബിനീഷ് കിരൺ, മുൻ കേരള താരം, കമന്റേറ്റർ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ബിനീഷ്. ഗുഡ് ഈവനിംഗ് സുജയ. പോർച്ചുഗൽ ജയിച്ചു തുടങ്ങിയിരിക്കുന്നു, പക്ഷേ നന്നായി വിയർത്താണ് ജയിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു മത്സരമായിരുന്നല്ലോ. ക്രിസ്ത്യാനോയുടെയും പോർച്ചുഗലിന്റെയും ഒക്കെ പ്രകടനം മികച്ചു നിന്നു എന്ന് വിലയിരുത്താൻ കഴിയുമോ ബിനീഷ്? തീർച്ചയായിട്ടും നമുക്ക് ഈ പോർച്ചുഗലിന്റെ മാച്ചിന്റെ ബോൾ പൊസിഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 75% പോർച്ചുഗലിന്റെ കാലുകളിൽ തന്നെയായിരുന്നു ബോള്. 19 ഷോട്ട്സ് അവർ എടുത്തിട്ടുണ്ട്. ഈവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 5 ഷോട്ടുകൾ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിന്റെ പഴയ വീര്യമുണ്ട്, പക്ഷെ ആ മൂർച്ച അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമില്ലാതില്ല. എങ്കിൽ പോലും മികച്ച ഒരു തുടക്കം എന്ന് തന്നെ പറയണം. കാരണം ബെഞ്ച് സ്ട്രെങ്ത്, അവരുടെ ടീമിന്റെ ഫസ്റ്റ് 11 കഴിഞ്ഞിട്ട് ഒരു ടൂർണമെന്റ് ഒരു ടീമിനെ നിർണ്ണയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഘടകം അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ആണ്. പകരക്കാർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങി വന്ന 90-ാം മിനിറ്റിൽ ഇറങ്ങി വന്ന 2 പകരക്കാരാണ് ഈ മാച്ചിനെ വിധി നിർണ്ണയിച്ചത്. അത് തന്നെയാണ് പോർച്ചുഗലിന്റെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ബെഞ്ച് സ്ട്രെങ്തിൽ പെർഫെക്റ്റ് ആണ് പോർച്ചുഗൽ. ഓക്കെ, ഈ ഒരു തുടക്കക്കാരുടെ പോരാട്ട വീര്യം കണ്ടതായിരുന്നല്ലോ തുർക്കിയും ജോർജിയയും തമ്മിലുള്ള ഇന്നലത്തെ മത്സരം. ജോർജിയ യൂറോ വേദിയിൽ ആദ്യമായി വരുന്നു, ആദ്യമായി പന്ത് തട്ടുന്നതിന്റെ ഒരു പരിഭ്രമമൊന്നും ഒരു താരത്തിലും കാണാൻ കഴിഞ്ഞില്ല. ചെറിയ ടീമുകൾ എന്ന് പൊതുവെ പറഞ്ഞു പോകുന്നവരുടെ മികച്ച പ്രകടനം അതാണോ ഈ യൂറോ കപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്? എന്താ പറയാ, ഒരു അവിസ്മരണീയ ഒരു പോരാട്ടമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മളെ സീറ്റിന്റെ മുൻപിൽ ഇരുന്നിട്ട് കാണുന്ന പോലെ ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു. 2 സൈഡിലേക്കും അറ്റാക്ക് മാറി മാറി വരുന്നു. 103 അറ്റാക്കുകൾ, 36 ഷോട്ടുകൾ, അതിൽ 3 പോസ്റ്റ് അടിച്ചു പോകുന്നു, 4 ഗോളുകൾ. അവസാന ബോൾ ടച്ച് ചെയ്യുന്നത് ഒരു ഗോളായി മാറുന്നു. അതോടുകൂടി കളി അവസാനിക്കുന്നു. ത്രില്ലിംഗ് മാച്ച്. 2 ടീമുകൾക്കും ഒന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫുട്ബോള് ഒരു എന്താ പറയാ ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ഗംഭീര മാച്ച് എന്ന് പറയാം. ഇതുവരെ യൂറോയിൽ നടന്നതിൽ ഏറ്റവും മികച്ച ഒരു മാച്ച്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി വരാം ശ്രീ ബിനീഷിലേക്ക്. യൂറോ കപ്പിൽ ക്രൊയേഷ്യ ഇന്ന് നിർണായക മത്സരത്തിന് ഇറങ്ങുകയാണ്. അൽബേനിയയാണ് എതിരാളികൾ. തോറ്റാൽ ക്രൊയേഷ്യയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം